ഭദ്രാക്കാണല്ലോ നിക്കണത്. നല്ല ഒന്നൊന്നര വണ്ടിട്ട് അതിനൊക്കെ ആ ഇതെന്താ അവസ്ഥ? കൊടുക്കോ? കൊടുക്കാം, വിലട്ടേ കൊടുക്കാം. വിലട്ടേ കൊടുക്കൂല? എന്താണ് എന്താണ് വില? എന്താ വില വില കിട്ടൂല. നല്ല വില കിട്ടൂല. എന്നാലും പറയും, ഒരു വില പറഞ്ഞോളി. ഇന്നലെ ഇന്ന് രാവിലെ ഇപ്പൊ എന്നോട് പറഞ്ഞിരുന്നില്ലേ. 16 റുപ്യ ചോദിച്ചിരുന്നില്ലേ? അതൊന്നും കിട്ടൂല. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും അങ്ങനെ കുറക്കാൻ പറ്റൂല്ലോ. എന്നാലും പറഞ്ഞോളി. എന്തൊരു മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. മോഡൽ 2025 വണ്ടിയാണ്. 2025. 25 മോഡലല്ലേ? ഓട്ടം എത്രയായിരുന്നേ? ആകെ 4000 കിലോമീറ്റർ. 4000 കിലോമീറ്റർ ഓടിയ മറ്റേ ആലപ്പുഴ രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? നല്ല അടിപൊളി അപ്പോളോന്റെ ടയറൊക്കെ ഇട്ടിട്ടുണ്ട് പറഞ്ഞേ. ടയറും കാര്യവും ടയറല്ല, അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ടയറാണ്. ആഫ്റ്റർ മാർക്കറ്റ് പിന്നെ ഗ്രില്ല് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. കളർ അടിപൊളിയല്ലേ? ബ്ലാക്ക് കളറ്. വെറും 4000 കിലോമീറ്റർ ഓടിയപ്പോ ഇത് കൊടുക്കങ്ങള് പിന്നെ കൊടുക്കന്നല്ലേ? അതന്നെ നമുക്ക് മര്യാദ വിലട്ടേ കൊടുക്കാം. ഇൻഷാല്ലാ എല്ലാരും കണ്ടോട്ടുന്ന കാര്യങ്ങളൊക്കെ, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലേ? ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാ കൊടുക്കാം നമുക്ക്. 4000 കിലോമീറ്റർ ഓടിയ 2025 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, വാറന്റി കാര്യങ്ങളുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലാ? ഇന്റീരിയർ ഒക്കെ ഒന്ന് നോക്കേണ്ടത്. ആൽഫ അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഏറ്റവും ഫുള്ള് അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയാ. മജ മജ, അടിപൊളി വണ്ടി. ഇത് കുറച്ച് ഡിമാൻഡ് ഉള്ള സാധനമല്ലേ? ഇപ്പൊ മാർക്കറ്റിൽ വല്ലാണ്ട് കാണില്ലല്ലോ വിൽക്കാനൊന്നും. ഒരുപാട് ആൾക്കാർ നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഉപയോഗിക്കാനൊക്കെ? ഭദ്രക്ക അടിപൊളി സംഭവം ആണല്ലേ? സൂപ്പർ അല്ലേ? ഇത് എടുക്കുന്നവരെ ഇപ്പൊ ഭാഗ്യാണ്. വെറും 4000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, സ്റ്റെയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൽഫ ആകുമ്പോ പിന്നെ ആൽഫ ഓൾ ഗ്രിപ്പ് പ്രോ എന്ന് പറഞ്ഞ വേർഷൻ ആയിരിക്കും ഫുൾ ഓപ്ഷൻ വണ്ടി. കറുത്ത കുതിര അല്ലേ? 2 വെള്ളക്കുപ്പിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ വെച്ച് തന്നെ ഈ റമദാൻ മാസത്തിൽ നിങ്ങളിപ്പോ വെള്ളം കുടിക്കാൻ നടക്കണ്ട? നോമ്പ് പറഞ്ഞിട്ട് കുടിക്കാനാവില്ല. അത് ശരി. ഇൻഷാല്ലാ എന്നാ നമുക്ക് ഇനി ഇത് എടുക്കുന്നവര് കുടിച്ചോട്ടെ, ഇനി ബാക്കി വെള്ളം അല്ലേ? വണ്ടി ഭദ്രമൊക്കെ എന്തിനാ കൊടുക്കണേ? എന്തായാലും വേണ്ടവരൊക്കെ എന്നാ താഴെ നമ്പർ കൊടുത്തിട്ട് അതിൽ വിളിച്ചോട്ടെ അല്ലേ? അല്ലേ? ഇൻഷാല്ലാ ഭദ്രമൊക്കെ. അസ്സലാമു അലൈക്കും.